ഇന്നത്തെ വീഡിയോയിൽ SSLC പരീക്ഷയ്ക്കിരിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ നമ്മൾ കൃത്യമായി സമ്പൂർണ്ണയിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ഒത്തുനോക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൽ നിന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്കും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക ഒരു ഹെൽപ്പ് ഫയൽ കഴിഞ്ഞ ദിവസം SITC ഫോറം പാലക്കാടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതേ രീതി തന്നെ നമ്മൾ മെയിൽ മെർജ് ഉപയോഗിക്കാതെ ലിബ്രെ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫയലുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇത് നമ്മുടെ വീഡിയോൻ്റെ താഴെ ഉണ്ടായിരിക്കും ലിങ്ക്. SSLC ഡാറ്റ ചെക്ക് 2021.ods. ഇതൊരു സ്പ്രെഡ്ഷീറ്റ് ഫയലാണ്. മാക്രോ എനേബിൾ ചെയ്താൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലാണ്. അപ്പോൾ ആ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അപ്പോൾ മാക്രോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലിബ്രെ ഓഫീസിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ നമ്മൾ ആദ്യം ഓക്കെ എന്ന് കൊടുക്കുക ഡയലോഗ് ബോക്സിൽ. എന്നിട്ട് ടൂൾസിൽ വരുന്നു, ഓപ്ഷൻസിൽ വരുന്നു. ഈ സെക്യൂരിറ്റി, ഇവിടെ ലെഫ്റ്റ് പാനലിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് മാക്രോ സെക്യൂരിറ്റി കാണാം. അതിൽ ഡീഫോൾട്ടായിട്ട് ഹൈ എന്നാണ് ലിബ്രെ ഓഫീസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് നമ്മൾ ലോ എന്നാക്കുന്നു. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുന്നു. ഒരു ഓക്കെ കൂടി കൊടുക്കുന്നു. ഇപ്പോൾ മാക്രോ നമ്മൾ എനേബിൾ ചെയ്തു. ഇനി ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫയൽ ഒന്നുകൂടി ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യണം. നമ്മൾ ആ ഫയൽ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഷീറ്റ് SSLC ഡാറ്റ ചെക്ക് എന്ന് പറയുന്ന ഈ ഷീറ്റിൽ രണ്ട് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് പേസ്റ്റ് ഡാറ്റ, അതായത് നമ്മൾ സമ്പൂർണ്ണയിൽ നിന്ന് .csv ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയലത്തെ ഡാറ്റ നമ്മൾ ഈ ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പേസ്റ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് തുറന്നു വരും. അതിൽ ഫസ്റ്റ് ലൈൻ ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ അത് സമ്പൂർണ്ണയിൽ നിന്ന് അങ്ങനെ തന്നെയാണ് കിട്ടാറ്. എന്തായാലും അതിൻ്റെ താഴെയുള്ള ഈ കള്ളിയിലാണ് നമ്മൾ സമ്പൂർണ്ണ ഡാറ്റ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആ ഫയലത്തെ ഡാറ്റ നമ്മൾ ഹെഡിങ് ഒഴികെ ബാക്കി ഈ റോ ഹെഡിൻ്റെ, അതായത് ലെഫ്റ്റ് സൈഡിൽ ആ നമ്പറുകളിൽ 3 എന്നുള്ളതിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഡ്രാഗ് അല്ല, സെലക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ കോപ്പി ചെയ്യുന്നു. ആ ഫയലിൻ്റെ അത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മുടെ ഈ SSLC ഡാറ്റ ചെക്ക് എന്ന് പറയുന്ന ഷീറ്റിലെ അഡ്മിഷൻ നമ്പർ താഴെയുള്ള കള്ളിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡാറ്റ നമുക്ക് ഈ ഷീറ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി വീണ്ടും മെയിൻ ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീല ബട്ടണാണുള്ളത്. ജനറേറ്റ് ചെക്ക് ഷീറ്റ് എന്ന് പറയുന്ന ബട്ടണാണ്. ഇതിൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടൂ, ജനറേറ്റ് ചെക്ക് ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ ഒരു മഞ്ഞക്കള്ളി കാണാം. ഈ മഞ്ഞക്കള്ളിയിൽ നമ്മൾ ആൾറെഡി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം അഡ്മിഷൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിലാവശ്യമായ ഉദാഹരണത്തിന് ഈ ഒരു 10333 എന്ന് പറയുന്ന നമ്പർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതോടുകൂടി നിങ്ങൾക്കൊരു PDF തുറന്നു വരും. ഈ PDF എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഈ പറയുന്ന എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഫയലായിരിക്കും. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ അപ്പോൾ തന്നെ പ്രിൻ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സേവ് ആസ് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഇത് സേവ് ചെയ്യപ്പെടുന്നത് കമ്പ്യൂട്ടറിലെ റൂട്ടിൻ്റെ ഉള്ളിൽ ടെമ്പ് എന്ന് പറയുന്ന ഫയലിലാണ്. ആ ഫയലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാം. അതായത് ഫയൽ സിസ്റ്റത്തിൽ വരിക. ഫയൽ സിസ്റ്റത്തിൽ ഇവിടെ ടെമ്പ് എന്നുള്ളൊരു ഫോൾഡറുണ്ട്. ഈ ഫോൾഡറിൽ ആ കുട്ടിയുടെ ഇപ്പോൾ നമ്മൾ അടിച്ച നമ്പർ ചെയ്തായിരുന്നു. അപ്പോൾ ആ നമ്പറോട് കൂടി ഈ ഒരു PDF ഫയൽ തുറന്ന് വന്നിട്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരു കുട്ടിയുടെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് പ്രിൻ്റ് കൊടുക്കാം. അങ്ങനെ എത്ര കുട്ടികളുടെ ഉണ്ടെങ്കിൽ അത്രയും കൊടുക്കാം. അപ്പോൾ ഇവിടെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ മെർജ് അറിയേണ്ട ആവശ്യമില്ല. ഇത് വെറും മാക്രോയിൽ ഇത് മാക്രോ ആണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വിവരങ്ങൾ മാത്രം ഇതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് മാക്രോ ഉപയോഗിച്ചിട്ട് അത് ഷീറ്റുകൾ ജനറേറ്റ് ചെയ്ത് തരും. മെയിൽ മെർജ് എന്നുള്ള സങ്കേതം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരേ കാര്യം ചെയ്യുന്നതിന് തന്നെ നമുക്ക് പല രീതികളുണ്ട് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും തയ്യാറാക്കാം.